സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷം സാക്ഷ്യം പറയേണ്ടതിനും കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 20-24 വാക്യം. യേശുവായുള്ള നമ്മുടെ യാത്രയിലും ഇത് സത്യമാണ്. യെരൂശലേമിലേക്ക് പോകുമ്പോൾ എഫെസോസിലെ സഭയിലെ മുപ്പന്മാർ പൗലോസ് പറഞ്ഞു, അവിടെ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനെ നിലയിൽ പീഡനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. എങ്കിലും തനിക്ക് തൻ്റെ ദൗത്യം ശക്തമായി പൂർത്തീകരിക്കാനായിട്ടുണ്ട്. പ്രവർത്തന പുസ്തകം 20-24 വാക്യം. പൗലോസ് തളർന്നില്ല. താൻ ആരംഭിച്ച യാത്ര പൂർത്തീകരിക്കും. ദൈവം തന്നെ വിളിച്ച കാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യം ദൈവകൃപയുടെ സുവിശേഷം പറയാൻ ഭാഗ്യമായിട്ട് അവൻ ശക്തമായി ആഗ്രഹിച്ചു. ബുദ്ധിമുട്ട് അവനെ കാത്തിരിക്കുകയാണെങ്കിൽ പോലും അവൻ തൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുകയും തൻ്റെ ഓട്ടത്തിൽ ഉറച്ചു നിൽപ്പാൻ തീരുമാനിക്കുകയും ചെയ്തു. നാം നമ്മുടെ ശാരീരിക പേശികൾ ശക്തമാക്കാൻ വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളോട് പ്രവർത്തികളോട് ദൈവം നൽകിയ കഴിവുകൾ വികസിച്ചെടുക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ശക്തമായി പൂർത്തിയാകാനുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് പ്രയോജനകരമാണ്. മറുത്തുപോകരുത്. ഗലാത്യർ 6 ക്ഷണിക്കരുത്. നിങ്ങളുടെ വേല ശക്തമായി പൂർത്തീകരിക്കാൻ വേണ്ട ശക്തി ദൈവം നിങ്ങൾക്ക് നൽകും. ക്ഷീണിക്കുകയും ദൗത്യോപേക്ഷിക്കാൻ തോന്നുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? തുടങ്ങിയത് ശക്തമായി പൂർത്തിയാക്കുന്നതിന് പ്രയോജനം എന്താണ്? പ്രാർത്ഥിക്കാം. പിതാവേ, ഈ യാത്ര തുടരാൻ എന്നെ സഹായിക്കൂ. ശക്തമായി പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതവും യാത്രയും മൂലം അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അത് നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.